ചെറിയ മത്തി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ് ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി പാനിലേക്ക് ഇത്തിരി കറിവേപ്പിലയും ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ചേർത്തിട്ട് നമ്മുടെ മത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓയിൽ ഇത്തിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് ബാക്കി വരുന്ന ഓയിലിൽ തന്നെ ലാസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യാമല്ലോ. ഇത്തിരി മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇട്ടാൽ കരിയൊന്നുമില്ല കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. അതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ പീസാക്കിയിട്ടല്ലേ ഫ്രൈ ചെയ്യണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ മാറി ഫ്രൈ ആയി കിട്ടും. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലോട്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് കിലുങ്ങുന്ന രീതിയിൽ ഇത്രയും തന്നെ മൊരിയിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരല്പം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, ഒരു ചെറിയ പീസ് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഞാനത് റെക്കോർഡ് ഓണാക്കാനായിട്ട് മറന്നു പോയിരുന്നു. ഇനി അതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരല്പം വിനീഗറും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നല്ല പേസ്റ്റാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിലും ഒരല്പം ഓയിലും കൂടി എക്സ്ട്രാ ഒഴിച്ചതിന് ശേഷം പാനിലേക്ക് ഒരു 2-3 ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത സ്മെല്ലൊക്കെ വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതധികം എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇത് എണ്ണ തെളിയും വരെ മൊരിയിച്ചെടുക്കുക. പിന്നെ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗരം മസാലയുടെ പൗഡർ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഗരം മസാല ഇതുപോലെ ഫിഷിൽ ചേർത്തിട്ട് പിക്കിൾ റെഡിയാക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ, മത്തിയുടെ പീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒരിത്തിരി ഈ പീസിൻ്റെ മുകളിലായിട്ട് നിൽക്കണം. അതുകൊണ്ട് നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തായാലും ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ഏത് ഐറ്റവും കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു കണക്കിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി ഉടഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവില്ലെങ്കിൽ ഈ സമയത്ത് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യത്തിനില്ലെങ്കിൽ വിനീഗറും ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പിക്കിള്, ചാള എന്നൊക്കെ പറയില്ലേ, ആ സെയിം മീനാണ്. അപ്പോൾ നമുക്കിതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനും സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്